മഹാലക്ഷ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണൻ മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. നമ്മുടെ മാർക്കോയാണ് കണ്ണൻ്റെ ജീവൻ രക്ഷിച്ചത്. കൂടാതെ കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ അനങ്ങി തുടങ്ങി. ഏതാനും ചില വിരലുകളും കൂടി അനങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതോടെ തോമസ് വൈദ്യർ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇനി അധികം വൈകാതെ തന്നെ കണ്ണൻ നടക്കാൻ തുടങ്ങുമെന്ന് പറയുമ്പം സന്തോഷം കൊണ്ട് മതിമറന്നു നിൽക്കുന്ന മഹാലക്ഷ്മിയെ കാണിക്കുന്നു. മറ്റുള്ളവരുടെ പരിഹാസങ്ങളും അപമാനങ്ങളും എല്ലാം സഹിച്ച് മുന്നോട്ട് പോയപ്പോഴും കണ്ണൻ ഇത്രയും വലിയ മാറ്റം ഉണ്ടാകുമെന്ന് മഹാലക്ഷ്മി വിചാരിച്ചതേയില്ല. കണ്ണനിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടായപ്പോൾ ഞെട്ടിക്കുന്ന അമ്പരപ്പാണ് മഹാലക്ഷ്മിയിൽ ഉണ്ടാക്കുന്നത്. മഹാലക്ഷ്മി സന്തോഷത്തോടെ തന്നെ കണ്ണനെ കൊണ്ട് കമലേശ്വരം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സഹിക്കാനാകാതെ നിൽക്കുന്നുണ്ട് കരുണ. കൂടാതെ കണ്ണൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ള സത്യം മേഘനാഥൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മേഘനാഥൻ ഏതൊക്കെ പ്രാവശ്യം കണ്ണനെ കൊല്ലാനായിട്ട് ആളുകളെ വിട്ടുകഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ കണ്ണൻ്റെ ജീവൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് തനിക്കിനി ഒരിക്കലും കണ്ണനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ള ഒരു വിഷമവും മഞ്ജുവും താനുമായിട്ടുള്ള സന്തോഷകരമായ ജീവിതം കണ്ണൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ലെന്നുള്ളൊരു ആദിയും മേഘനാഥനെ അലട്ടുന്നു. കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷത്തോടെ തന്നെ കമലേശ്വരത്തേക്ക് തിരിച്ചെത്തുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ പറയുക, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിൽ ഒരാളെ വിട്ടിരുന്നില്ലേ, അവനെ ഇഞ്ചപരിവമാക്കി ആളുകൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കേട്ട് വീട്ടിലെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഉണ്ണി കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട എന്തായി പറയുന്നേ, നമ്മൾ തമ്മിൽ പല സ്വരച്ചേർച്ചയില്ലായ്മയും വാക്കുതർക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്, അത് സത്യം തന്നെ എന്ന് കരുതി കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ചങ്കറപ്പൊന്നും എനിക്കില്ല. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ചങ്കറപ്പുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ കൊന്നിരുന്നേനെ അല്ലേ, നീ എഴുതാപ്പുറമൊന്നും വായിക്കേണ്ടെന്ന് പറഞ്ഞ് ചൂടാവുന്ന അതേ സമയത്ത് തന്നെ ദുർഗാമ്മ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്ന അവളെ നീ അപമാനിച്ചു വിട്ടു അല്ലേ, അവൾ നിൻ്റെ കുഞ്ഞനുജത്തിയല്ലേ, മാത്രമല്ല നിൻ്റെ അച്ഛനല്ലേ ആ ബിസിനസ്സെല്ലാം തുടങ്ങിയെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതെല്ലാം എൻ്റെ അമ്മയുടെ സ്വത്തുക്കളാണ്, അപ്പോൾ പിന്നെ എൻ്റെ മാത്രം, പിന്നെ മഞ്ജുവിന് ഞാൻ എന്തും കൊടുക്കും, മഞ്ജു മേഘനാഥനെ കല്യാണം കഴിക്കാതിരുന്നാൽ ഞാൻ പറയുന്ന ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചാൽ എന്തും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞതാ, പിന്നെ അവൾക്ക് വാശി, അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വാശിയായിട്ട് മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നവൻ ആരായാലും, അവനെ വിട്ടവൻ ആരായാലും അവരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോലും എനിക്കൊരു സമാധാനം തന്നിട്ടില്ല, അവിടെ എന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടിരിക്കുന്നു. എന്തായാലും എൻ്റെ ജീവൻ ആപത്താ, അതുകൊണ്ട് തന്നെ എന്നെ കൊല്ലാൻ അയച്ചവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, അവനെ എന്നേക്കുമായി ഞാൻ പൂട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി പോകുമ്പോൾ അവിടേക്ക് കരുണ വരുന്നുണ്ട്. നിനക്ക് ഭയങ്കര സന്തോഷമായല്ലേടി? അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതേടി, ഞാൻ കരുതി നിൻ്റെ ഭർത്താവ് ഇപ്പോൾ ആംബുലൻസിൽ വെള്ള പുതപ്പിച്ച് വരുമെന്ന്, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് കലിയടക്കാനാകുന്നില്ല. എടി, നീ എൻ്റെ കണ്ണേട്ടനെക്കുറിച്ച് ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും, നിനക്കും ഉണ്ടൊരു ഭർത്താവ്, അയാൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കാൻ പറയുമ്പം കരുണയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ട് മഹാലക്ഷ്മി അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നു. മഹാലക്ഷ്മിയും അല്പം പോലും കരുണയുടെ മുമ്പിൽ തല താഴ്ത്തുന്നില്ല. കലിയോടെ തന്നെ മഹാലക്ഷ്മി കരുണയുടെ കൈ തടയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എടി, ഈ കമലേശ്വര സ്വത്തുക്കൾ മൊത്തം എൻ്റെ കണ്ണേട്ടൻ്റെയാ, അത് തുറന്നു പറഞ്ഞപ്പം നീ കലിയോടെ ഈ വീട് വിട്ടു പോയവളാ, എന്നിട്ട് നീ ഈ വീട്ടിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി വന്നു, അതും ഞങ്ങളില്ലാത്ത സമയം നോക്കി. ഈ വീട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങളെ കുറ്റം പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിക്കുമ്പം കരുണ വിളറി വെളുത്തു നിൽക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ ചിലവിൽ കഴിയാൻ നിനക്ക് നാണമില്ലേടി? അത് കേട്ട് കരുണ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയൊന്നും മുമ്പ് മഹാലക്ഷ്മി പറഞ്ഞിട്ടില്ല. നീ എന്താടി ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായടി, എൻ്റെ കണ്ണേട്ടൻ നാളെ ഒരു സമയത്ത് എണീറ്റ് നടക്കുമെന്നുള്ള കാര്യം ഇന്നലത്തോടെ എനിക്ക് ഉറപ്പായി. എന്തായാലും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ഒരാൾ ശ്രമിച്ചു, അത് നിൻ്റെ അച്ഛൻ പ്രതാപനായിരിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും. അന്നേരം കരുണ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ചത് എനിക്കല്ലടി, പക്ഷേ എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ട് നിന്നോണം, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം. നീ എന്ന് പറയുന്ന വിഷം ഈ വീട്ടിൽ തുടരുവാണെങ്കിൽ അതെൻ്റെ കണ്ണേട്ടൻ്റെ ജീവന് ഹാനികരമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് കരുണയ്ക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കാണിക്കുന്നു. കാരണം കരുണ ആദ്യമായിട്ടാണ് മഹാലക്ഷ്മിയുടെ വായിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം കേൾക്കുന്നത്. മഹാലക്ഷ്മി ചൂടാവുന്നത്. എന്തായാലും ഈ വീട്ടിലുള്ള ആരെങ്കിലും എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി തിരിച്ചടികൾ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന കരുണയും കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.